അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വോയിസ് ഓഫ് മുസ്ലിയാരുടെ പുതിയൊരു റിയാക്റ്റിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മൻസൂർ മണ്ണാർക്കാട് സുന്നികളെ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ മൻസൂർ മണ്ണാർക്കാടിൻ്റെ തൗഹീദ് എന്താണെന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണമല്ലോ. മൻസൂർ മണ്ണാർക്കാട് എന്നു മുതലാണ് ഈ തൗഹീദിലേക്കൊക്കെ എത്തിയതെന്ന് ഞങ്ങൾക്കറിയാം. മൻസൂർ മണ്ണാർക്കാട് യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ അങ്ങും ഇങ്ങും ഇല്ലാതെ നിന്ന ആളാണ്. അങ്ങനെ പരോക്ഷമായി സുന്നികളുടെ ആശയത്തെ ഒന്ന് വിമർശിച്ചപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് ഈ മണ്ടന്മാരായ മുജാഹിദുകാർ വന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്തപ്പോൾ അവരുടെ കൂടെ കൂടിക്കൊടുത്തു എന്നല്ലാതെ ഈ മരമണ്ടനായ മൻസൂർ മണ്ണാർക്കാടിന് അവരുടെ തൗഹീദ് പോലും യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടില്ല എന്നതാണ് ഞങ്ങൾക്ക് വ്യക്തമാകുന്നത്. ഏതുമാകട്ടെ, ഏതായാലും മൻസൂർ മണ്ണാർക്കാട് അവരുടെ തൗഹീദിനെ പറ്റി ഇങ്ങനെ കൊട്ടിക്കോശിച്ച് നടക്കുമ്പോൾ ശ്രോതാക്കളായ മാന്യന്മാരായ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, ആ മൻസൂർ പറയുന്ന മണ്ടത്തരങ്ങളിലൊന്നും പെട്ടുപോകരുത്. ഇവർ നമ്മൾ ഇസ്തിഗാസ നടത്തുമ്പോൾ അതിനെ വിമർശിക്കുന്നുണ്ട്, നമ്മൾ മന്ത്രങ്ങൾ നടത്തുമ്പോൾ അതിനെ വിമർശിക്കുന്നുണ്ട്, നബിദിനം നടത്തുമ്പോൾ അതിനെ വിമർശിക്കുന്നുണ്ട്, പ്രവാചക ഗീതങ്ങൾ പാടുമ്പോൾ പറയുമ്പോൾ അതിനെ വിമർശിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ തൗഹീദൊക്കെ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കേൾപ്പിക്കാം. അതിൽ മൻസൂർ മണ്ണാർക്കാട് പറയുന്നത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു വിഷയം ചർച്ച ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മുടെ മൻസൂർ മണ്ണാർക്കാടിൻ്റെ കൂട്ടാളികൾ പറഞ്ഞു, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ തൗഹീദിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് അവരാരൊക്കെയോ പറഞ്ഞ് മെസ്സേജ് അയച്ചത്രേ. അപ്പോൾ അതാണ് മൻസൂർ മണ്ണാർക്കാടിനെ വല്ലാതെ ചൊടിപ്പിച്ചത്. മൻസൂർ മണ്ണാർക്കാട് പറഞ്ഞു, ഇല്ല, നിങ്ങൾ കേട്ടു നോക്കൂ, പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇസ്തിഗാസ നടത്തുന്ന ആളാണ്, റസൂലുള്ളാഹിയെ വിളിക്കാമെന്ന് പറയുന്ന ആളാണ്, മുഹിയുദ്ദീൻ ശേഖനെ വിളിക്കാമെന്ന് പറയുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാണ് മൻസൂർ മണ്ണാർക്കാട് ഇങ്ങനെ അലമുറയിട്ട് ആക്രോശിക്കുന്നത്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അവരുടെ ഒരു തൗഹീദിൻ്റെ ഒരു കോലവും കൂടെ ഞാനിന്ന് കാണിച്ചു തരാം. നോക്ക്. എൻ്റെ പൊന്നാര ഹബീബിങ്ങളെ, പേരോടിൻ്റെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ പുതിയ ഒരു പ്രഭാഷണത്തിന്റെ ഭാഗമാണിത്. എന്താണ് അയാൾ അവിടെ പറഞ്ഞത്? അള്ളാഹിന്റെ റസൂലിനെ വിളിക്കുന്നത് ശിർക്കാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നല്ലേ പാടുന്നത്, അല്ലേ? ഈ പേരോട് നന്നായിക്കുന്നതാണോ ചെങ്ങായിമാരെ നിങ്ങൾ എനിക്ക് വിളിച്ചിട്ട് പറയണത്? എനിക്ക് മെസ്സേജ് അയക്കുന്ന ആളുകളെ നിങ്ങൾ ഇയാളുടെ തരികിട മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം? ഇനി നിങ്ങൾ വീഡിയോ കണ്ടില്ലേ? അപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പഴയ ആലയത്തിൽ തന്നെയാണ്. അദ്ദേഹം ഒന്നും ഞങ്ങളുടെ സലഫികളുടെ ആശയത്തിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ പിന്നെ മൻസൂറിൻ്റെ ഒരു തൗഹീദ് ഒന്ന് കണ്ടിട്ട് വന്നാലോ? ഒന്ന് നോക്ക് മൻസൂറിൻ്റെ തൗഹീദ്. മറുപടി വായിക്കൂ. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ധൈര്യമുണ്ടോ? ഞങ്ങൾ 5 മിനിറ്റ് സമയത്ത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു തെങ്ങിന്ന് ഒരു ദിവസം 15 ലിറ്റർ കള്ളെങ്കിലും കിട്ടണം. സാധാരണ ഇവിടെ 3-2 ലിറ്ററൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ തെങ്ങുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു കൊല്ലമായിട്ടുള്ളൂ ഞാനിത് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി.
എന്നിട്ടും 5 ലിറ്ററിന്റെ അടുത്ത് കള്ള് കിട്ടാൻ തുടങ്ങി. ഇത് ഈ തെങ്ങാണോ? അല്ല, ഇതിന്റെ താഴെ 2-3 തെങ്ങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 3 തെങ്ങിന് 10 ലിറ്ററിന്റെ മേലെ ഇപ്പൊ കള്ള് കിട്ടാൻ തുടങ്ങി. അത് ശരിക്കും എന്താ ചെയ്യുന്നത്? അത് ഈ കള്ള് ഷാപ്പിലൊക്കെ അവർ അപ്പോൾ നമ്മുടെ മൻസൂറിൻ്റെ തൗഹീദ് ഏകദേശമൊക്കെ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉമർ മൗലവിയുടെ മകൻ ബഷീർ മാസ്റ്ററിൻ്റെയും കൂടെ കോലമാണ് ഞാൻ കാണിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഹറാമിയത്തിൽ നീന്തിക്കളിച്ച വ്യക്തിയാണ് ആര്? ഇവരുടെ തൗഹീദ് പഠിപ്പിക്കാൻ വന്ന ഉമർ മൗലവി, കള്ള് കച്ചവടക്കാരൻ. കള്ള് കച്ചവടക്കാരൻ ഉമർ മൗലവി ആരാമ മൻസൂറിൻ്റെ ഷെയ്ഖ്. പടച്ച റബ്ബുൽ ആലമീനെ. അല്ലെങ്കിൽ തന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞല്ലോ, ഇവർ ഭീകരവാദികളാണ്. അത് ഒന്ന്. അതിന് പുറമേ ഉണ്ട് ഇപ്പം കള്ള് കച്ചവടക്കാരൻ. അങ്ങനെ ഓരോ ലക്കബലങ്ങൾ ഇങ്ങനെ വരും. ഇൻഷാ അല്ലാഹ് മൻസൂർ മണ്ണാർക്കാട് ശരിക്ക് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി മൻസൂർ മണ്ണാർക്കാട് മദ്ഹ് പറയുന്നതും പാടുന്നതിനെയും വിമർശിക്കുന്നുണ്ട്. മൗലിദ് പാട്ട് അത് നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, കീശ വീർപ്പിക്കാൻ വേണ്ടിയാണ്, മായാവി കഥകളാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഒരു മൗലിദ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ശ്രദ്ധിച്ച് കേൾക്കണം. പറ്റുന്നവരൊക്കെ പാട്ടൊക്കെ ഒന്ന് പാടിയിട്ട് ഒന്ന് പഠിച്ചിട്ടൊന്ന് പാടാനും ശ്രമിക്കണം. അത്ര നല്ല അർത്ഥവത്തായ മദ്ഹ് ഒന്ന് കേട്ടു നോക്ക്. അലവി മൗലവിയെ കുറിച്ച് ഉമ്മ എ ജമീല ടീച്ചർ എഴുതിയ ഏതാനും വരികളാണ് ഞാനിവിടെ ആലപിക്കാൻ പോകുന്നത്. മേലാറ്റൂർ വിട്ട് മൗലവി അലവി ഫാളിലെത്തി 70 ആണ്ട് മുമ്പ് ഇടവണ്ണ നാട്ടിൽ വന്ന് തൗഹീദിൻ നാദമുയർത്തി. ഹക്കവനമരിനാലെ മേലാറ്റൂർ വിട്ട് മൗലവി അലവി ഫാളിലെത്തി 70 ആണ്ട് മുമ്പ് ഇടവണ്ണ നാട്ടിൽ വന്ന് തൗഹീദിൻ നാദമുയർത്തി. അലവി മൗലവിയെ പറ്റി ഉമ്മുമ്മ ജമീല താത്ത എഴുതിയ മൗലിദ്. മറ്റൊന്ന് ഉമർ മൗലവി തൗഹീദ് ഇങ്ങനെ പ്രചരിപ്പിച്ച കള്ള് കച്ചവടക്കാരനായ ഉമർ മൗലവിയുടെ മറ്റൊരു മൗലിദും. അതായിപ്പോൾ നമ്മൾ കേട്ട്. തൗഹീദ് ശരിക്കും ശ്രദ്ധിക്കണം. ആരുടെ തൗഹീദാ? നമ്മുടെ മൻസൂറിൻ്റെ തൗഹീദ്. ചുരുക്കി പറഞ്ഞാൽ അവർ തമ്മിൽ ഈ തൗഹീദിൻ്റെ വിഷയത്തിൽ ഒരു സ്ഥിരതയില്ല. വട്ടന്മാരും പൊട്ടന്മാരുമാണ് ഇവർ. അവരതൊന്നും ക്ലിയർ ആക്കിയിട്ടില്ല ഇതുവരെ. ഞങ്ങൾ സുന്നികൾ തമ്മിൽ തൗഹീദിൻ്റെ വിഷയത്തിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെയും എല്ലാവരും വലിയ ഐക്യത്തിലാണ്. ഇത് തൗഹീദ് മുസ്ലിം ആണോ അല്ലേന്ന വിഷയത്തിൽ അവർ തമ്മിൽ പ്രശ്നത്തിലാണ്. ഏതായാലും കാകട്ടെ. ഇനി ഒരു തങ്ങൾ ദുആ ചെയ്യുമ്പോൾ ആ തങ്ങൾ പറയുന്നുണ്ട്, യാ റസൂലല്ലാ ഞങ്ങളുടെ കൽ ഹാളിറാകണേ എന്ന് പറയുന്നുണ്ട്. അതിനെ വിമർശിച്ചുകൊണ്ട് നമ്മുടെ മൻസൂർ മണ്ണാർക്കാട് എന്താ പറഞ്ഞത്? ഹാദിറാവുകയോ റസൂലുള്ള ഹാദിറാവുകയോ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആ രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അടാറ് പണി അങ്ങോട്ടൊന്ന് കൊടുക്കാം. ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ. ഞങ്ങളിലേക്കൊന്ന് ഹാലിറാവണേ യാ റസൂലല്ലാ എന്ന് പറഞ്ഞത് ആ വിശ്വാസം എന്നോടൊരാൾ ചോദിച്ചിരുന്നു, എന്താണ് പറയൽ വിശ്വാസം? ഇതൊക്കെ തന്നെയാണ് പറയൽ വിശ്വാസം. ഇത് ഷിയാക്കൾക്കും കൂടി ഇല്ലാത്ത പഴച്ച വിശ്വാസമാണ്. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ റസൂലുള്ളായെ വിളിച്ചാൽ ഹാദിറാകണേ എന്ന് പറഞ്ഞാൽ അത് വലിയ സബഉൽ മുബിഖാത്താണ്, വലിയ പ്രശ്നമാണ്. എന്നാൽ പിന്നെ വിളിക്കാൻ പറ്റിയ ആളാരാ? ജിന്നിനെ വിളിക്കാം. ജിന്നിനെ വിളിച്ചാൽ അവർ വരും. അതുമാത്രമല്ല, ജിന്നിൻ്റെ അടുത്ത് അനുവാദം എല്ലാറ്റിനോടും ചോദിക്കണം. നിങ്ങൾ നോക്ക് എവിടം വരെ എത്തി തൗഹീദ് നോക്കിയേ.
ഏതായാലും നിങ്ങൾ അതൊന്ന് കേക്ക്. ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് കേൾക്കുന്നതായിരിക്കും രസം. ഒന്ന് കേട്ട് നോക്ക്. കിടപ്പറയിലടക്കം എല്ലായിടത്തും ഉണ്ടാകും. അവരെ നോവിക്കാതെ നോക്കാൻ നാം ബാധ്യസ്ഥരാണ്. അതിനാൽ എല്ലാ കാര്യങ്ങളും ജിന്നുകളോട് പറഞ്ഞ് നമുക്ക് ചെയ്തുകൂടൂ. ചൂടുവെള്ളം പുറത്തെ കൊഴിക്കുമ്പോഴും കസേരകളോ മേശകളോ മാറ്റിയിടുമ്പോഴും തെങ്ങിൽ നിന്ന് തേങ്ങയിടുമ്പോഴും കാട് വെട്ടുമ്പോഴുമൊക്കെ ആദ്യം ജിന്നുകളോട് പറയണം. മേശ വലിച്ചടക്കുമ്പോൾ ജിന്നുകളുടെ കൈപ്പടം കുടുങ്ങാതെ നോക്കണം. ഇനിയോ ജിന്ന് മനുഷ്യരൂപം പ്രാപിച്ച് ആൾമാറാട്ടം നടത്തും. ഭർത്താവില്ലാത്ത സമയം നോക്കി ഭാര്യമാരുടെ അടുത്ത് ഭർത്താവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരുടെ ചാരിത്ര്യം കവരും. സന്താനോൽപാദനവും നടക്കും. എന്നിട്ടോ നിങ്ങൾ മൻസൂർ മണ്ണാർക്കാടിൻ്റെ തൗഹീദിൻ്റെ രംഗങ്ങളെല്ലാം കാണുന്നുണ്ട്, രസിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഇവർ നമ്മളെ വിമർശിക്കുന്നതിന് ചികിത്സാ കേന്ദ്രം, മന്ത്രവാദികൾ എന്നൊക്കെ പറഞ്ഞല്ലേ നമ്മളെ ആക്ഷേപിക്കാറ്. ഏതെങ്കിലും പണ്ഡിതന്മാർ ഖുർആൻ ഓതി മന്ത്രിച്ചാലും അവർക്കത് പ്രശ്നമാണ്, 100 മന്ത്രിച്ചു കൊടുത്താലും പ്രശ്നമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ മന്ത്രം നടത്തി പണം എഴുതി വെച്ച് വാങ്ങിക്കുന്നത് ആരാന്നറിയാമോ? കേട്ടു നോക്ക്, ഞെട്ടും നിങ്ങൾ. നോക്ക് കണക്ക്. ഇഷ്ടപ്പെടുന്നത് ഇത്തരം ചികിത്സാ കേന്ദ്രങ്ങളിൽ പോയ ആളുകളുടെ മുഴുവൻ അനുഭവം പരിശോധിച്ചാൽ അവർക്ക് സാമ്പത്തിക നഷ്ടമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ 14,000 റിയാലാണ് റുക്കിയക്ക് വാങ്ങുന്നത്. ഇവിടെ 10,000 രൂപ റുക്കിയക്ക് വാങ്ങുന്നവരുണ്ട് അല്ലെ? റുക്കിയയുടെ ആ ലിസ്റ്റ് എഴുതി വെച്ച കേന്ദ്രങ്ങളുണ്ട്. ഓരോന്നിന്റെയും ഫീസ്. വായ കൊണ്ട് ഓതുന്നതാണെങ്കിൽ ഇത്ര, കേസറ്റിട്ട് കേൾപ്പിക്കുന്നതിന് ഇത്ര, കൂട്ടായി ഓതുന്നതാണെങ്കിൽ ഇത്ര, ഒരാൾക്ക് മാത്രം ഓതുകയാണെങ്കിൽ ഇത്ര എന്നൊക്കെ ഓരോ മന്ത്രത്തിനും മന്ത്രവാദത്തിനും റേറ്റ് നിശ്ചയിച്ച് അത് പ്രചരിപ്പിച്ച് അത് പ്രസിദ്ധപ്പെടുത്തി ചികിത്സ നടത്തുന്ന മന്ത്രവാദികൾ സലഫികളുടെ പേരിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. മനസ്സിലാക്കേണ്ടത്. ഹനീഫ കായക്കൂടി പറയുന്നത് കേട്ടില്ലേ? നമ്മൾ പറയുന്നതല്ല. ഹനീഫ കായക്കൂടി പറയും 1000-ഉം 10,000-ഉം ഒക്കെ എഴുതി വെച്ച് മന്ത്രത്തിൻ്റെ ചികിത്സാ കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവന്മാരാണ് ഈ കള്ളനാണയങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി ഇവർ നടത്തുന്ന മന്ത്രത്തിൻ്റെ കോര നിങ്ങൾക്ക് കാണണോ? നിങ്ങൾക്ക് കാണണോ? മൻസൂറെ ശ്രദ്ധിച്ച് കാണണം. നിങ്ങളുടെ തൗഹീദ് കേട്ടോ, ഒന്ന് കണ്ടു നോക്ക്. ഒട്ടിച്ചേർന്ന വസ്ത്രം ഉണ്ടാവും. അത് ലിസാർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ആ ലിസാറിന്റെ എന്താണ് അടിവസ്ത്രം ഉണ്ടല്ലോ, ലിസാർ. അടിവസ്ത്രം, ലിസാർ അടിവസ്ത്രം എന്നാണ് അതിന് പറയാം. അടിവസ്ത്രം മനസ്സിലായില്ലേ? അഞ്ഞ് പറയട്ടെ. ഈ ലിസാറിന്റെ ശരീരത്തോട് ചേർന്നൊരു ഭാഗം അരക്കെട്ട് ഇവിടെ ഇങ്ങനെ അലാസ്റ്റിക്കും ബെൽറ്റൊക്കെ ആ ഭാഗം ടൈറ്റായി നിൽക്കും. അലാസ്റ്റിക്കും ബെൽറ്റൊക്കെ വെച്ച് ടൈറ്റായി നിൽക്കുന്ന ആ ഭാഗമല്ലേ ഈ മുതലായവയായ ഭാഗങ്ങളെ നമ്മുടെ ഭാഷയിൽ പറയണേ. ആ ഭാഗങ്ങളുണ്ടല്ലോ, ആ ഒട്ടി നിൽക്കുന്ന ആ ഭാഗം, ആ ഭാഗത്തിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ തടവുക. അതിന്റെ ഉള്ളിലൂടെ തടവണം. നോക്കണങ്ങള് വെള്ളം കൊണ്ടേ അതിന്റെ ഉള്ളിലൂടെ തടവുക. പറയണ്ടേ? ഒറ്റ കൈകൊണ്ട് ഇങ്ങനെ ചുറ്റുഭാഗത്ത് കൂടെ തടവിയാൽ ഉള്ളിലൂടെ, പുറത്തുകൂടെ അല്ല. അതുകൂടല്ല, ഉള്ളിലൂടെ തന്നെ തടവണം. കാരണം തൗഹീദ് അങ്ങോട്ട് ശരി അങ്ങോട്ട് ആവണമെങ്കിൽ ഉള്ളിൽ കൂടെ തന്നെ പോകണം. പുറത്തേക്കൊന്നും ആയാൽ തൗഹീദ് ക്ലിയർ ആവൂല. എന്ത് തൗഹീദ? കേട്ടോളൂ, ബാക്കി പറയട്ടെ. ഉള്ളുകൂടെ തടവിയിട്ട് ആ കയ്യില് മുക്കുക. ഉള്ളുകൂടെ തടവിയിട്ട് ആ ഭാഗം ഈ വെള്ളത്തിന് ബക്കറ്റിലെ വെള്ളം ഉണ്ടാവുമല്ലോ അതിൽ മുക്കുക. അവിടെ തടവിയ ആ എന്താ വസ്തുവെങ്കിൽ അതുകൊണ്ട് അവിടെയൊക്കെ തടവി നനച്ചിട്ട് അത് ആ വെള്ളം നമ്മൾ ഇതിൽ മുക്കുക. ഇതില് ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കുക. എന്നിട്ട് ഇതാണ് ഗുസ്ല്. ഇതാണ് ഗുസ്ല്. എന്നിട്ട് ഈ വെള്ളം ചെയ്യാ, ഈ വെള്ളമാണ് രോഗിയുടെ തലയിൽ കൂടെ ഒഴിക്കുക. എങ്ങനെ? ഈ വെള്ളം രോഗിയുടെ തലയിലൂടെ ഒഴിക്കണം. എങ്ങനെയാണ്? രോഗം സുഖമാണെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ്. രോഗിയുടെ തലയിലൂടെ ഒഴിക്കണം. ഏത് ഭാഗത്തു കൂടെ ഒഴിക്കേണ്ടത്? പിൻഭാഗത്തു കൂടെ. മൂപ്പരെന്നെ പറയട്ടെ. എങ്ങനുണ്ട്? പടച്ച റബ്ബിൽ ആലമീനായ റബ്ബേ.
കണ്ട, അടിവസ്ത്രം ശ്രദ്ധിക്കണം. എൻ്റെ സഹോദരന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർ വളരെയേറെ ശ്രദ്ധിക്കണം. ഇവരുടെ കയ്യിൽ നിന്നും പച്ച വെള്ളം വാങ്ങി കുടിക്കാൻ പാടില്ല. ഇവർ കൊണ്ടുപോയി നിങ്ങളെങ്ങാണം കണ്ണേറിട്ട് എന്ന് പറഞ്ഞ് ചിലപ്പോൾ അടിവസ്ത്രം കഴുകിത്തരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളാകണം. എന്ത് നാറിയ വിശ്വാസമാണ്, തൗഹീദാണ് ഇവറ്റകൾ കൊണ്ടു നടക്കുന്നത്. ഇതാണോ ഇവരുടെ തൗഹീദ്? സലഫ് സാലിഹ്യങ്ങൾ പഠിപ്പിച്ച തൗഹീദ്? ഞങ്ങളുടെ മതപണ്ഡിതന്മാർ അഈനു യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ സ്പ്ലിറ്റ് ആകാൻ തുടങ്ങിയതാണ്. എന്താ റസൂലുള്ളാഹി തങ്ങളുടെ ആ ഹദീസിൻ്റെ ആ കറാമത്ത് കണ്ടില്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തെ പല വിഭാഗമാക്കിയതാ. അണ്ടർവെയർ വിഭാഗം, ജിന്ന് വിഭാഗം, അങ്ങനെ പല വിഭാഗങ്ങളാക്കി തിരിച്ചു കളഞ്ഞു. അതുകൊണ്ട് മൻസൂർ മണ്ണാർക്കാട് ചെയ്യേണ്ട പണി ഈ പണിയൊന്നുമല്ല. കഴിയുന്നതും ഇതൊക്കെ നിർത്തി മറ്റേതെങ്കിലും മാന്യമായ പണിയെടുക്കാൻ ശ്രമിക്കുക. തങ്ങളെ കൊണ്ട് ഒരു തൗഹീദും പറയാൻ സാധ്യമല്ല. അവരുടെ തൗഹീദ് അത് തങ്ങൾക്ക് അറിയുമില്ല. ആ തൗഹീദിൻ്റെ കോലം താണ്ട് ഈ അവസ്ഥയുമാണ്. അതുകൊണ്ട് നന്നാകാൻ ശ്രമിക്കുക. അർഹമർ റഹീമീനായ അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.